ലോകം മുഴുവൻ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് സംസാരിക്കുന്നു. മിക്ക രാജ്യങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കണമെന്നും സംയമനം പാലിക്കണമെന്നും ആവശ്യപ്പെടുന്നു. എന്നാൽ ചിലർ പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ചു. എന്നിട്ടും ഒരു രാജ്യത്തെ ശ്രദ്ധിച്ചതേയില്ല. തായ്വാനാണ് ആ രാജ്യം. ഒരുപക്ഷെ ലോകം അതിനൊരു രാജ്യമായി കാണാത്തതുകൊണ്ടാവാം ഇങ്ങനെ സംഭവിച്ചത്. മെയ് 10 തായ്വാൻ വിദേശകാര്യ മന്ത്രാലയം ഒരു ശക്തമായ പ്രസ്താവന പുറത്തുവിട്ടു. ഇന്ത്യ ഗവൺമെൻറ് ദേശീയ സുരക്ഷ ഉറപ്പാക്കാനും അതിർത്തി കടന്ന് നിരപരാധികളായ പൗരന്മാരെ ആക്രമിക്കുന്ന ഭീകരശക്തികളെ നേരിടാനും നടത്തുന്ന എല്ലാ ന്യായവും അനിവാര്യവുമായ നടപടികൾക്കും ഞങ്ങൾ ഉറച്ച പിന്തുണ പ്രഖ്യാപിക്കുന്നു. തായ്വാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവന ഇങ്ങനെയാണ്. ഇതിൽ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, തായ്വാൻ ഇന്ത്യയുടെ നടപടികളെ പിന്തുണച്ചു, അവയെ ന്യായവും അനിവാര്യമെന്ന് വിളിച്ചു. 2, പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തി. എന്തുകൊണ്ടാണ് തായ്വാൻ്റെ ഈ പ്രസ്താവന പ്രാധാന്യമർഹിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നത് തായ്വാന് നയതന്ത്ര വിജയമാണ്, പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭ പോലുള്ള ആഗോള വേദികളിൽ. മറ്റൊരു കാര്യം കൂടിയുണ്ട്. തായ്വാനും ഇന്ത്യയും ഒരു പൊതു ആശങ്ക പങ്കിടുന്നു. ചൈനയാണത്. തായ്വാനെ ചൈന ഒരു കലാപബാധിത പ്രവിശ്യയായി മാത്രം കാണുന്നു, ഒരു രാജ്യമായി അംഗീകരിക്കുന്നതേയില്ല. ആവശ്യമെങ്കിൽ ബലം പ്രയോഗിച്ച് തിരിച്ചു പിടിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. തായ്വാൻ്റെ അത്ര വലിയ ആശങ്കയല്ലെങ്കിലും ഇന്ത്യക്കും ചൈന ഒരു വെല്ലുവിളിയാണ്. ഈ ഒരു പൊതു പ്രശ്നം ഓപ്പറേഷൻ സിന്ദൂറിനെ തായ്വാന് വളരെ നിർണായകമാക്കുന്നു. ഇനി അല്പം സങ്കീർണമായൊരു കാര്യം പറയാം. ചൈന ഈ സംഘർഷത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും പാകിസ്ഥാൻ്റെ 80% ആയുധങ്ങളും ചൈനയിൽ നിന്നാണ്. ഈ സംഘർഷത്തിൽ ചൈനീസ് J-10, JF-17 യുദ്ധവിമാനങ്ങൾ, HQ-9 വ്യോമ പ്രതിരോധ സംവിധാനം, PL-15 മിസൈലുകൾ എന്നിവ ആദ്യമായി യുദ്ധത്തിൽ ഉപയോഗിച്ചു. ഇന്ത്യൻ സേന അവയെ നേരിട്ടു. ചൈനീസ് മിസൈലുകളെയും വിമാനങ്ങളെയും തടഞ്ഞു. തായ്വാന് വിവരശേഖരണത്തിനുള്ള ഒരു അവസരമാണിത്. ചൈന ആക്രമിച്ചാൽ അതേ ആയുധങ്ങൾ തായ്വാൻ നേരിടേണ്ടി വരും. അതിനാൽ ഈ ആയുധങ്ങളുടെ പ്രകടനം, സാങ്കേതികവിദ്യ, ദൗർബല്യങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങൾ തായ്വാൻ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നുണ്ട്. തായ്വാൻ അമേരിക്കയുടെ F-16, പഴയ ഫ്രഞ്ച് മിറാഷ് 2000 വിമാനങ്ങൾ ഉപയോഗിക്കുന്നു. മിറാഷിൻ്റെ പിൻഗാമിയായ ഫ്രഞ്ച് റഫാൽ വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അതിന് തെളിവോ ഇന്ത്യയുടെ സ്ഥിരീകരണമോ ഇല്ല. എങ്കിലും തായ്വാൻ കാര്യങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നുണ്ട്. അവർ മാത്രമല്ല, US, UK, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ, ജപ്പാൻ, ഫ്രാൻസ് ഈ 7 രാജ്യങ്ങളും ചൈനീസ് ആയുധങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. ചൈനയെ ഭയക്കുന്ന ഈ രാജ്യങ്ങൾ ഇന്ത്യ കണ്ടെത്തിയ വിവരങ്ങളും ദൗർബല്യങ്ങളും അറിയാൻ താൽപ്പര്യപ്പെടുന്നു. അപ്പോൾ ഇന്ത്യ ഈ വിവരങ്ങൾ പങ്കുവയ്ക്കേണ്ടതുണ്ടോ? ഇതൊരു വലിയ അവസരമാണ്. വിവരങ്ങൾ പങ്കിടുന്നത് ചൈനയെ എതിർക്കുന്ന രാജ്യങ്ങളുമായി ബന്ധം ശക്തമാക്കും, ഇന്ത്യക്ക് തന്ത്രപരമായ നേട്ടം നൽകും. മാത്രമല്ല, ഇന്ത്യൻ ആയുധങ്ങൾ വെളിപ്പെടുത്താനുള്ള അവസരവുമാണ്. ഉദാഹരണത്തിന്, ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനത്തെ മറികടന്ന് പാക് സൈനിക താവളങ്ങളെ കൃത്യമായി തകർത്തു. ഇത് ഇന്ത്യൻ ആയുധങ്ങൾ ചൈനീസ് സംവിധാനങ്ങളെ മറികടക്കുമെന്ന് തെളിയിക്കുന്നു. ഫിലിപ്പീൻസ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഇത് താൽപ്പര്യം നൽകുന്നതാണ്. ഫിലിപ്പീൻസ് ഇതിനകം ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങിയിട്ടുണ്ട്. വിയറ്റ്നാമും ഇന്തോനേഷ്യയും താൽപ്പര്യം കാണിക്കുന്നുണ്ട്. ദക്ഷിണ കൊറിയ, ഫിലിപ്പീൻസ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങൾ ചൈനയിൽ നിന്ന് നിരന്തരം ശല്യം നേരിടുന്നുണ്ട്. അവരെ സഹായിക്കുന്നത് ഇന്ത്യക്ക് സൗഹൃദവും തന്ത്രപരവുമായ സ്വാധീനം നേടിക്കൊടുക്കും. കൂടാതെ ഇന്ത്യൻ ആയുധങ്ങൾക്ക് വിപണി തുറക്കുകയും ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂർ ഒരു സൈനിക നീക്കം മാത്രമല്ല, ഇന്ത്യക്ക് സുരക്ഷാ ബന്ധങ്ങൾ ശക്തമാക്കാനും ചൈനയുടെ സ്വാധീനത്തെ ചെറുക്കാനും പ്രതിരോധ വ്യവസായം വളർത്താനുമുള്ള ഒരവസരം കൂടിയാണ്.